റേഞ്ച് ഉണ്ട്. റേഞ്ച് ഫുൾ കാണിക്കുന്നുണ്ട്. എനിക്ക് മഴ. ഓക്കെ, ഇപ്പൊ ഓക്കെ ഇവിടെ ആണോ? മഴയൊന്നുമില്ല കേട്ടാ. ഇവിടെ നല്ല മഴയാണ്. സൂപ്പർ കോൾ. ഞാൻ ഓക്കെ. സോ ആ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഫയർഫ്ലൈസ് ഫാമിലിക്ക് നമ്മളെ സൂപ്പർ ഡ്യൂപ്പർ മോമിയെ ഒരു അടിപൊളി ഇൻട്രോ കൊടുത്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഉമ്മ എന്നെ പറഞ്ഞോളൂ. ഞാൻ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? എന്നെ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പലതും ഞാൻ തള്ളി കഴിഞ്ഞു ഓൾറെഡി. അത് സാരല്ല, അത് ലൈവിൽ ഇനി പോവില്ലല്ലോ, ഇതല്ലേ ലൈവിൽ പോവുള്ളൂ. അപ്പൊ നീ ഒരു പ്രാവശ്യം കൂടി എനിക്ക് കേൾക്കാൻ കൂടി ഇൻട്രോ കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വിമൽ കുമാറാണെന്ന് വിളിക്കുന്നു ഒക്കെ പറയേണ്ടി വരും. എനിക്കത് ഭയങ്കര നാണക്കേടല്ലേ. ഓക്കെ. നമ്മുടെ ചില്ല ടോക്കീസിന്റെ സെക്കൻഡ് സീസണിൽ 5th എപ്പിസോഡിലാണ് നമ്മളുള്ളത്. സോ ഇതുവരെ നമ്മൾ ഓരോ വാക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാർ അവരെങ്ങനെയാണ് ഈ പാൻഡമിക് സിറ്റുവേഷൻ ഡീൽ ചെയ്യണേ, അവരെ എന്ത് പെർസ്പെക്റ്റീവിലാണ് ഇതിനൊക്കെ കാണണേ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു മെന്റൽ ഹെൽത്ത് ഏരിയയിലുള്ള ഒരാളെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു പേരാണ് സുമേന്റേത്. സോ നമ്മൾ എങ്ങനെയാണ് ഹൗ വി ആർ മാനേജിങ് മെന്റൽ ഹെൽത്ത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഒരു കൊറോണ പീരീഡിൽ, എങ്ങനെയാണ് നമ്മൾ മെന്റൽ ഹെൽത്തിന് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുന്നു. സോ നമ്മളൊന്നിച്ച് അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഉള്ളത്. സോ ഷീസ് പാരന്റിങ് കോച്ചാണ്, കൗൺസിലർ ആണ്, അതുകൂടാണ്ട് വിഷ് ഫൗണ്ടേഷന്റെ ഫൗണ്ടറും കൂടിയാണ്. സോ അടിപൊളിയായിട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. മുബഷിറനെ എടുത്തിരിക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. പിന്നെ മുബഷിറ നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ അറിയുന്ന ആളാണ്. ഓരോരോ മനുഷ്യന്മാരോട് എഴുതുമ്പോ ഒക്കെ കുത്തുന്ന വർത്താനൊക്കെ ഇങ്ങനെ ചോദിച്ചു കളിയും. അപ്പൊ അങ്ങനത്തെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതേ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വന്നാൽ എനിക്കും ഐ ബി വെരി ഹാപ്പി. ഓക്കെ. അപ്പൊ പിന്നെ കുറെ ഞാനായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ലായിരുന്നു. നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പിന്നെ റെഫർ ചെയ്തോളൂ. ഓക്കെ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. അല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് എന്താ പറയാ, നമ്മളുടെ ഈ ഒരു കോവിഡ് പീരീഡ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഈ എപ്പിഡമിക് പീരീഡ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യണേ, നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യണേ, ലൈക്ക് എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോവിഡ് പീരീഡ് വീട്ടിന്റെ പുറത്താണല്ലോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും, അതായത് ന്യൂ നോർമൽ ആയിട്ട് അത് സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാരും പറയാ സമൂഹത്തിൽ അങ്ങനെ പറ്റൂല, സൊസൈറ്റിയിൽ അത് പറ്റൂല. എല്ലാരും വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ സൊസൈറ്റിനെ കുറ്റം പറയുന്ന സമയത്ത് ഈ സൊസൈറ്റി ആരാന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ലേ? ഞാനും ഈ അടുത്തിരുന്നിട്ട് ഈ പറയുന്ന ആൾക്കാരടക്കമുള്ള ആൾക്കാരാണ് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതി ആയതുപോലെ തന്നെയാണ് കോവിഡിന്റെ കാര്യം. എനിക്ക് വരൂല എന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോരു തരത്തില് വരികയാണ്, അതിനിങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് തുറന്നു പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരോടും, ഞങ്ങൾക്ക് ഇതേപോലെ പനി വന്നു. ഓക്കെ, ഫസ്റ്റ് കോവിഡ് തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു വെച്ചാല് അപ്പം ആ കോവിഡിന്റെ ഭയം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കേരള കൗൺസിലേഴ്സിന്റെ യൂണിയൻ നമ്മള് കൗൺസിലിംഗ് അതിൽ മുബഷിറ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു സൈക്കോ കൗൺസിലിംഗ് കാസർഗോഡ്. ഓക്കെ അത് നമ്മൾ വേറെ ചെയ്തതാണ്. കാസർഗോഡുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഷ് ഫൗണ്ടേഷന്റെ കീഴിൽ നമ്മൾ ചെയ്ത ഒരു സംഭവമായിരുന്നില്ലേ. ഇത് അങ്ങനെയല്ല, കേരള കൗൺസിലേഴ്സ് യൂണിയൻ തന്നെ പിന്നെ ഒരു നമ്പർ ഒക്കെ ചെയ്തിട്ട് എവിടെ നിന്നും ആ നമ്പറിൽ വിളിച്ചാൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വിളിച്ചാൽ ഇത്ര ആൾക്കാർക്ക്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വിളിച്ചാൽ ഇത്ര ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യ സമയത്ത് ഭയങ്കര കോളായിരുന്നു. അപ്പൊ 3 മണി മുതൽ 6 മണി വരെയാണ് ഞാൻ എന്റെ സമയം കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ആൾക്കാർ വിളിക്കും. ചില ആൾക്കാർ കോവിഡിന്റെ കാര്യം ഭയങ്കര ടെൻഷനായിട്ട് അങ്ങനെ തന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ചില ആൾക്കാർ ആ സമയത്ത് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്
വിളിക്കുമായിരുന്നു. തുടങ്ങി. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിയിട്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് പാവങ്ങളായിരിക്കും, സങ്കടം ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അപ്പൊ ഈ സമയത്ത് ഇത് കിട്ടിപ്പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ഉപയോഗിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യമൊക്കെ കുറെ ചെയ്തു. പിന്നെ ഞങ്ങള് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോ അവര് പറഞ്ഞു നോ, ദിസ് ഇസ് ആകെ എസ്പെഷ്യലി ഫോർ കോവിഡ് ഫിയർ ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്, അപ്പൊ അത് മാത്രം അറ്റൻഡ് ചെയ്താന്ന്. പിന്നെ വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, അതായത് എന്നെ വെറും കോവിഡ് ഫിയറിന് വേണ്ടിയിട്ട് മാത്രം ട്രെയിൻ ചെയ്തതാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസസ് ഒന്നും ഞാൻ എടുക്കാറില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, രണ്ടാമതൊന്ന് വിളിച്ചിട്ട് വേറെ ആരെങ്കിലും എടുക്കൂല, അവരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ ചിലപ്പോ അവരതിന് ഉഷാറാണെങ്കിൽ അവരാ കാര്യം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെ നൈസായിട്ട് ഇങ്ങനെ സ്കൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ ആ വിഷയത്തിന് കോവിഡോടൊപ്പം ഉള്ള സംഗതികളാണെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ് സംസാരിക്കും, ഓരോരുത്തർക്കും ചെയ്യും. പിന്നെ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ 3 പേരും ചെയ്തിരുന്നല്ലോ, അതിൽ എനിക്ക് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണ് കോവിഡിന്റെ തലസ്ഥാനം, രാഷ്ട്രപിതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ കാസർഗോഡ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോൾസ് ആ സമയത്ത് വന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മനുഷ്യന്മാരുടെ, അതായത് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഭയങ്കര എന്ന് വിചാരിക്കുന്ന പക്ഷെ സത്യത്തില് എത്രമാത്രം പേടിത്തൊണ്ടന്മാരായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന കുറേ ആൾക്കാര് നമ്മളെ വിളിച്ചിരുന്നു. എനിക്ക് കളിയാക്കി പറയുന്നതല്ല, പക്ഷെ എന്നാലും ആ ഒരു സംഭവം എങ്ങനെയാണ് മനുഷ്യന്മാരെയൊക്കെ ബാധിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. എത്ര ധൈര്യമുള്ള മനുഷ്യനാണെങ്കിലും ഇത് ആക്സിഡൻസ് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് ഭയങ്കര വിശ്വാസം, എനിക്കൊന്നും പറ്റുന്നില്ല, എന്റെ വണ്ടി അടിയും കൊണ്ടുപോയി ഇടിക്കൊന്നുമില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അതേപോലെയാണ് കോവിഡിന്റെ കേസിലും എല്ലാവരും ചിന്തിച്ചത്, എനിക്ക് വരുമൊന്നുമില്ല, ഞാൻ ഭയങ്കരാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച ആൾക്കാർക്കും വന്നു, അല്ലാത്ത ആൾക്കാർക്കും വന്നു. അപ്പോ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് നല്ല തിരക്കായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ ഓരോരുത്തര് വിളിച്ചുകൊണ്ടുണ്ടാവും, അവർക്ക് നമ്മള് സെഷൻസ് എടുത്തുകൊണ്ടുണ്ടാവും, അതൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നാളത് അങ്ങനെ പോയി. പിന്നെ കുറച്ചൊരു ഈ പറഞ്ഞ പോലെ ഇതിപ്പോ വീട്ടിൽ തന്നെ നടക്കുന്ന ഒരു സംഭവമായി, നിത്യോപയോഗ സാധനം പോലെ ഒരു സംഭവമായിട്ട് കോവിഡ് മാറിക്കഴിഞ്ഞപ്പം കോൾസിന്റെ എണ്ണമൊക്കെ കുറയാൻ തുടങ്ങി. അപ്പൊ നമ്മളും കുറച്ചൊന്ന് ഫ്രീ ആയപ്പോഴാണ് പിന്നെ ഞാൻ എന്റെ ശരിക്കുള്ള വേറെന്തൊക്കെയോ വിഷയങ്ങൾ പറയുന്ന ആൾക്കാർ DM ആയിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാമില് എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് DM ആയിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് തലവേദനയാണ്. കാരണം നമ്മള് അതല്ലല്ലോ ശരിക്കും നമ്മളുടെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് DM ആയിട്ടോ ഫേസ്ബുക്കിലോ വോളിലോ ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ അപ്പം അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ക്ലിനിക്കൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കളനാട് എനിക്കൊരു റൂം ഉണ്ടായിരുന്നു, അവിടത്തേക്കാണ് ആൾക്കാർ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വന്നുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സ്ഥലം കോവിഡിന്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലാക്കി മാറ്റിയത് കൊണ്ടും പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് അത് ഭയങ്കര ഒരു ഡേഞ്ചർ ഏരിയ ആയിരുന്നത് കൊണ്ടും ആ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ പോവാതിരുന്നപ്പോ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സുഹാനയായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ തന്നെ ആയിട്ടൊന്നും ചെയ്താലോ, ഇങ്ങനെ DMസിലൊന്നും പിന്നെ മറുപടി കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എത്രമാത്രം എംപത്തറ്റിക് ആണെങ്കിലും എത്രമാത്രം നിങ്ങൾക്ക് ബാക്കിയുള്ളവരോട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിലും ഈ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് അവൾ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവള് പറഞ്ഞു എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മളുടെ ക്ലിനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഷുഗർ ക്യൂബ് തെറപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഒരു ഇത് കൊടുത്ത് പോസ്റ്റർ ഇടുന്നതും പിന്നീട് അതിലേക്ക് ഒരുപാട് പിന്നെ മെയിൽസ് വരികയും പിന്നീട് അതിന് നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാക്കി ഒരാൾ ഒരു കാര്യം ഏറ്റെടുത്തു, മറ്റൊരാൾ വേറൊരു കാര്യം ഏറ്റെടുത്തു, മൂന്നാമത്തെ ഒരാൾ വേറൊരു കാര്യം ഏറ്റെടുത്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പിന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കുറെ നാളുകളായിട്ടും കുറെ വർഷങ്ങളായിട്ടും. അതോടൊപ്പം ഈ കോവിഡ് തുടങ്ങിയ സമയം മുതൽ ഇത് തന്നെ ചെയ്യുന്നുള്ളത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങള് ഉള്ള ആൾക്കാരും കോൾസും മെയിൽസും പിന്നെ ഇതുവരെ നിന്നിട്ടില്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് മനുഷ്യന്മാരെ ബാധിക്കുന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇമോഷണലി ബാധിക്കുന്നതാണ് പിന്നെ ഫിസിക്കലി ബാധിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട്
വിഷമിച്ചിട്ടുള്ളത്. എക്സാക്ട്ലി. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിഷമം വന്ന്. അപ്പൊ അതിന്റെ ഇടയില് ഞങ്ങൾക്ക് പനി വന്നു. ആദ്യം വന്നത് എനിക്കാണ്. എനിക്ക് വന്നിട്ട് എനിക്ക് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് എണീക്കാനൊന്നും പറ്റുന്നില്ല. ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിന്. വിശപ്പില്ലാന്ന് മണമില്ലാന്നൊക്കെ ചില മനുഷ്യന്മാര് പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല എന്തായിരുന്നു, അത് റിയൽ ആണ്. ആ സമയത്ത് എന്ത് കിട്ടിയാലും തിന്നാനുള്ള മൂഡ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്ത് കിട്ടിയാലും തിന്നോളാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ടേസ്റ്റ് ഇല്ലാത്ത ഒരു സാധനം വായിൽ വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പൊ എന്ത് പനിയാന്നൊന്നും അറിയില്ല. പിന്നെ സുഹാനക്ക് വന്നു, പിന്നെ സെഹലിന് വന്നു. അപ്പൊ ഞങ്ങള് തന്നെ ഇതെന്താണെന്ന് അറിയണമെന്ന് ആദ്യം വിചാരിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു അത് ഇന്നത് അല്ലെങ്കിൽ നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, അസുഖം കൊണ്ടുവരണ്ട, ഒരു കാര്യം ചെയ്യ്, അവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കും. ഭക്ഷണം അപ്പഴത്തേക്ക് 1-ാം തീയതിയോ മറ്റോ ആകുന്നൊരു സമയമായിരുന്നു തോന്നുന്നു. അപ്പൊ എല്ലാ മാസവും ഫസ്റ്റ് വീക്ക് ഞങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നിട്ട് അതില് അതും എടുത്തിട്ടാണ് പോവുക. അപ്പൊ ഞാനും ലാലും കൂടി കാഞ്ഞങ്ങാട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് അടിപൊളിയായിട്ട് പർച്ചേസിങ് എല്ലാം ഒരു മാസത്തേക്കുള്ളത് കറക്റ്റ് വാങ്ങി എല്ലാം വന്ന്. പാല് മാത്രം ഒരു 5-6 പാക്കറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനവും വാങ്ങി റെഡി ആയിട്ട് കുറെ കാശെല്ലാം പൊടിയാക്കി. എന്നാലും സാരില്ല, നമുക്ക് വിചാരിച്ച സാധനം എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു വന്നിട്ട് 3-4 ദിവസം കഴിയുമ്പോഴാണ് സംഭവം. പക്ഷെ അതൊരു ഭയങ്കര ഭാഗ്യായിരുന്നു കേട്ടോ. കാരണം ആ സമയത്ത് അങ്ങനെ വാങ്ങിയിട്ടെല്ലാം കൊണ്ടുവന്ന കാരണം കൊണ്ട് ആരോടും അധികം ഒന്നും പറയേണ്ടി വന്നില്ല. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എന്റെ ബ്രദർ വാങ്ങിയിട്ട് കൊണ്ടുതരുമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് 3-ആൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല മണവും ഉണ്ടായിരുന്നു. അതേപോലെ നല്ല പെയിനും ഉണ്ടായിരുന്നു. തലക്കകത്തുനിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വേദനയാണ് ഒന്ന്. പിന്നെ ബോഡി ഭയങ്കര പെയിനാണ്. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചിട്ട് പറയാൻ എനിക്കറിയില്ല എങ്ങനെ പറയണെന്ന്. ഈ കൊറേ സൂചി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അമ്മാതിരി പെയിൻ ആയിരുന്നു നമുക്ക്. കിടക്കുമ്പോ അവിടെ പെയിന്, ഇരിക്കുമ്പോ അവിടെ പെയിന്, നിൽക്കുമ്പോ അവിടെ പെയിന്. ഇന്ന സ്ഥലമൊന്നും ഒരു കണക്കൊന്നുമില്ല. വെള്ളം ചൂട് വെള്ളം ഉണ്ടാക്കുക, എന്നിട്ട് അതില് ഇടക്കിടക്ക് കുളിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു വന്നതാണ്. അവസാനം എന്റെ ബ്രദറിന്റെ വൈഫ് പ്രസവിച്ചിട്ട് കുട്ടിനെയും കൊണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു 10-26 ദിവസമായി ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കൂടിയിട്ട്. കുട്ടിനെയും കൊണ്ട് വീട്ടിലേക്ക് വീട്ടിൽ വന്നിപ്പോ ബാക്കിയുള്ള കുട്ടികളെയും കൂടെ ഇവിടെ എന്റെ കുറച്ച് ഏകദേശം ഒരു ഞാൻ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാന്നറിയോ, ഉമ്മാന്റെ അടുത്ത് പോകാൻ പറ്റൂലല്ലോ, ഉമ്മ മാത്രം ഒറ്റയ്ക്ക് വീട്ടിലുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏകദേശം ഒരു 4 മീറ്റർ ദൂരെ നിന്നിട്ട് ഉമ്മാനോട് വർത്താനം പറഞ്ഞിട്ട് വരും. കാരണം ഉമ്മ വിളിക്കുന്നുണ്ട്, ഒന്ന് നോക്കിട്ടാ. അപ്പൊ കുറച്ച് ദൂരെ നിന്നിട്ട് ഉമ്മാനോട് സംസാരിച്ചിട്ട് തിരിച്ചു. അങ്ങനെയായിരുന്നു. കാരണം കാണാതിരിക്കാന് നിവൃത്തിയില്ല. പിന്നെ ഇങ്ങനെ സൂം കോള് വിളിച്ചിട്ട് കാണേണ്ട ആളുമല്ല ഉമ്മ. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് വരുമായിരുന്നു. ഇത് ഈ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സമാധാനവും പോയി, എന്റെ കൺട്രോളും പോയി, എന്റെ സന്തോഷവും പോയി, എല്ലാം പോയി. എനിക്ക് കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എടുക്കണം, എനിക്ക് അവരെ ഉമ്മോക്കണം, എനിക്ക് അവരുടെ കൂടെ കളിക്കണം, അതെല്ലാം വേണം. അപ്പൊ പിന്നെ ഒരു 30-ാമത്തെ ദിവസം 4 ദിവസം ഞങ്ങൾ ക്ഷമിച്ചു, സഹിച്ചു. 4-ാമത്തെ ദിവസം 30 ദിവസം കറക്റ്റ് ആക്കിയിട്ട് നേരെ പോയി ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ചോദിച്ചു എന്താ പ്രശ്നം, നല്ല ഡ്രസ് എല്ലാം ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടല്ലേ പോകുന്നത്. അയാൾ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ നമ്മള് പറഞ്ഞു ഇങ്ങനെ ഒരു പനി ഉണ്ടായിരുന്നു. എപ്പോഴാ പനി ഉണ്ടായിരുന്നു? ഏകദേശം 1 മാസമായി. അപ്പൊ പറഞ്ഞു ഇപ്പൊ എന്തിനാ ഇടത്തേക്ക് വന്നത്? പറഞ്ഞല്ലേ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അയാൾ പറഞ്ഞു ഇനിയിപ്പോ ഇവിടുന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് ആവോ ഇല്ലയെന്ന് അറിയില്ല, ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവ് എന്ന് അറിഞ്ഞിട്ട് പിടിച്ചു കൊണ്ടിരുന്നതാണ്, വേഗം ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നമ്മള് അവിടുന്ന് പറഞ്ഞയച്ചു. അയാൾ പ്രത്യേകം പറയുകയും ചെയ്തു
ആ ട്രാൻസ്മിഷൻ ആ ഒരു ടൈം എന്ന് പറയുന്നത് 1 മുതൽ 14 ദിവസം വരെയുള്ള ആ ടൈമിൽ മാത്രമേ ഇത് വേറൊരാൾക്ക് പകരുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പകരില്ല. പിന്നെ നമ്മള് 28 ദിവസം നിങ്ങൾ ഏതായാലും വീട്ടിലിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തായാലും പേടിക്കാനില്ല. എന്നാലും പറ്റൂലല്ലോ, കാരണം ഇവിടെ കുട്ടീനെ എടുക്കണം എനിക്ക്. അപ്പൊ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് എനിക്കൊണ്ട് വരാൻ പറ്റൂല. അങ്ങനെ പ്രൈവറ്റ് ലാബിൽ പോയിട്ട് അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കുളിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയതാണ് ഞങ്ങള്. അപ്പൊ എന്നിട്ട് ഈ നെഗറ്റീവ് ഞങ്ങള് ഫാമിലി ഗ്രൂപ്പില് ഫോട്ടോ എടുത്തിട്ട് ഇട്ടപ്പോ ആൾക്കാർ നമ്മളോട് ചോദിക്കും അതിനെപ്പോഴാ പോസിറ്റീവ് ആയ, അപ്പൊ അതും കൂടി അയച്ചാ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോസിറ്റീവ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയുകയില്ല. പക്ഷെ ആ സമയത്ത് എന്ത് വന്നാലും അത് കോവിഡിനോടൊപ്പം എഴുതി വായിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ, അമേരിക്കയിലൊരു ജയിലിലൊരാള് കണ്ണ് ഒരാളെ ജയിലിലിട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് അയാളുടെ മുമ്പിൽ ഒരു വലിയ സർപ്പത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നു അത്രേ. കുപ്പിയിലോ ഗ്ലാസ്സിലോ മറ്റോ പിടിച്ചിട്ട് നിന്നതായിരിക്കണം. എന്നിട്ട് അയാൾ ഇങ്ങനെ പേടിച്ച് ഭയങ്കരമായിട്ട് വിറച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അയാളെ അതിനെ കൊണ്ട് കൊത്തിച്ചിട്ട് വധശിക്ഷ വിധിച്ച ആളാണ്. അപ്പൊ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ട് കൊല്ലൂന്നാണ് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അയാളിപ്പൊ എന്നെ ഇത് കൊത്തു വന്നിട്ട് ഞാനിപ്പം മരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറക്കുന്ന സമയത്ത് ഒരാള് ബാക്കിൽ നിന്ന് ഇയാളുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞിട്ട് 2 സൂചി എടുത്തിട്ട് കൃത്യമായിട്ട് ഇയാളുടെ കാലില് കുത്തിക്കൊടുത്തു. 2 സൂചി എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്തു. വിത്തിൻ 2 to 3 seconds ഇയാള് പെട്ടെന്ന് ബോധം കെട്ട പോലെ വീണു. കുറച്ച് സമയം കഴിയുമ്പോ ഇയാള് മരിക്കുകയും ചെയ്തു. അയാളെ പാമ്പ് കടിച്ചിട്ടില്ല. പാമ്പ് കടിക്കുന്നുള്ള ഭയം കൊണ്ടും അത് കഴിഞ്ഞപ്പോ അത് രണ്ടും കൂടി കഴിഞ്ഞപ്പം പിന്നെ മരിച്ചതാണ്. പക്ഷെ പിന്നീട് അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പം അയാളുടെ ബോഡിയിൽ സ്നേക്കിന്റെ വെനത്തിന് അതിനോടൊപ്പം ഉണ്ടായിരുന്ന എന്താണോ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സാധനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പേടി കാരണവും വരാനുള്ള ചാൻസസ് ഉണ്ട്. സൈക്കോളജിക്കൽ കൂടിയാണ് കൊറോണ. അതുകൊണ്ടാണ് എന്ന് കോവിഡിന്റെ ടെസ്റ്റ് നിർത്തുന്നോ അന്ന് കോവിഡിന്റെ പേടി മാറുന്നൊക്കെ ചില ആൾക്കാരൊക്കെ പിന്നെ പോസ്റ്റുകളായിട്ട് ഇടാറുണ്ടല്ലോ. പേടി കൊണ്ട് വന്നിട്ടുണ്ടാവണം, മാറിയിട്ട് അങ്ങനെ ഇങ്ങനെയും മാറിയിട്ടുണ്ടാവണം. പിന്നെ ഒന്ന് മാർക്കറ്റിൽ പോയി നോക്കിയാല് നമുക്കറിയാം കഥ എന്താന്നുള്ളത്. എല്ലാരും ഭയങ്കര ബിന്ദാസായിട്ടാണ്, മൂക്കിന്റെ താഴെയാണ് എല്ലാവരുടെയും മാസ്ക് ഉണ്ടാവുന്നത്. പിന്നെ ഒരേ കയ്യിൽ ഒരേ ഗ്ലൗസ് ഇട്ടിട്ടാണ് എല്ലാവർക്കും സാധനം എടുത്തു കൊടുക്കുന്നതും പൈസ എടുത്തു കൊടുക്കുന്നതും. പിന്നെ ഗ്ലൗസ് ഇട്ട് കഴിയുമ്പോ പിന്നെ ആർക്കെങ്കിലും സാനിറ്റൈസർ ഇടാൻ പറ്റുമോ? നമ്മൾ മാത്രാണല്ലോ സാനിറ്റൈസർ ഇടുന്നത്. അങ്ങനത്തെ കുറെ സംഗതികള് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയുണ്ട്. പിന്നെ ഇതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എങ്ങനെ ബാധിച്ചു എന്നുള്ളത്, പിന്നെ മക്കളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത്, പിന്നെ മക്കൾ തമ്മിൽ എങ്ങനെ ബാധിച്ചു, പാരന്റ്സ് ആയിരിക്കുമ്പോൾ മക്കളുമായിട്ടുള്ള ബന്ധത്തിനെ എങ്ങനെ ബാധിച്ചു, അതൊക്കെയാണ് ശരിക്കും ഇതിലുള്ള നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കുറെ സംഗതികൾ. അത് പറഞ്ഞാല് ഡിവോഴ്സിന്റെ റേറ്റ് കൂടി, നമ്പേഴ്സ് കൂടി, ഫാമിലി പ്രോബ്ലംസ് കൂടി. എനിക്ക് കുട്ടികളുടെ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ കൂടി. 173 കുട്ടികളാണ് ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ ഇടയിൽ മരിച്ചിട്ടുള്ളത്. അതൊന്നും കോവിഡിന് പേടിച്ചിട്ട് മരിച്ചതൊന്നുമല്ല. അതൊന്നും കോവിഡിനെ പേടിച്ചിട്ട് മരിച്ച കുട്ടികളല്ല. എന്തുകൊണ്ട് മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോഴും മക്കളെ പോറ്റിയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് കേറുമ്പോ എല്ലാം പോട്ട് ഒരു കസേരന്റെ മുകളിൽ കേറുമ്പോ നമ്മൾ പറയും കറലി ഇപ്പൊ വീണു കാല് ഒളിഞ്ഞു പോകുന്നു പറയും. പിന്നെ വേറെ എവിടെയെങ്കിലും കുട്ടി എന്തിനെങ്കിലും കളിക്കുമ്പോ എന്തിനെങ്കിലും കേറുമ്പോ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് എല്ലാത്തിന്റെയും മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ഒരു തോന്നല് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞു. അടുപ്പിന്റെ അടുത്ത് കുട്ടികളെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ വിടൂല. എന്തെങ്കിലും ഒരു ടൂൾസ് കുട്ടികളെ കയ്യിലെടുക്കാൻ നമ്മൾ സമ്മതിക്കൂല. തെങ്ങിന്റെ അടിയിൽ പോയിട്ട് നിൽക്കാൻ സമ്മതിക്കൂല. തേങ്ങ വീവും, ചക്ക വീവും, മാങ്ങ വീവും, കളിക്കാൻ പാടില്ല. മണ്ണിൽ വീണാല് കാല് മുറിയും. പിന്നെ മണ്ണിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ വരും, അണുക്കൾ വരും, അസുഖം വരും, വയറിളക്കം വരും, അമീബ വരും. എന്തൊക്കെ നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കുട്ടികളോട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ
ആ രീതിയിൽ പറഞ്ഞ് അവസാനം ഈ കുട്ടികൾ എന്താ ആകുന്നത്? ഇവർക്ക് എന്തെങ്കിലും ഒന്ന് നേരിടാനുള്ള കഴിവുണ്ടാ? 5ാം ക്ലാസ് കഴിയുമ്പോ തന്നെ ബ്രേക്കപ്പ് എന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന പിള്ളേരാണ് ഇപ്പൊ. ആ രീതിയിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ കുട്ടികളുടെ അവസ്ഥ. അപ്പം എന്തിനേയും നേരിടാനുള്ള പാകത്തിലേക്ക് നമ്മൾ കുട്ടികളെ ഒരുക്കിയെടുക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലേ തുടങ്ങണം. എല്ലാം വലിയ മരമായിട്ട് അതിന്റെ മുറത്തില് വളമിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് തുടങ്ങുന്ന ആ പ്രായത്തിൽ തന്നെ ഇങ്ങനെ മെല്ലെ ആയിട്ട് ഇവർക്ക് ഓരോരോ ചോയ്സ് കൊടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കണം. പിന്നെ പിന്നെ അമ്മമാര് സഹിച്ച സംഗതികൾ വേറെ ഉണ്ട്, അത് ഒന്ന് ഓർമ്മിപ്പിക്കണം, ഞാൻ പറയാം. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇവർക്ക് ഓരോരോ പണികൾ കൊടുക്കണം. അവരവരുടെ റൂംസ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം, അവരവരുടെ ബാത്റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം, അവരവരുടെ പാത്രങ്ങൾ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പറയണം. പിന്നെ അവരവരുടെ ഡ്രസ്സിന്റെ കാര്യം, അലക്കുമ്പോ അവര് അലക്കിയിട്ട് വൃത്തിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അലക്കി കഴിഞ്ഞിട്ട് അവര് ആറിയിടാനോ അതല്ലെങ്കിൽ മടക്കി വെക്കാനോ അല്ലെങ്കിൽ അവരവരുടെ അണ്ടർഗാർമെന്റ്സ് അവരവര് കഴുകാനോ അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവരെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കേണ്ടത് അച്ഛന്റെയും അമ്മയുടെയും കടമയാണ്. അപ്പം കൂട്ടുകുടുംബമാണെങ്കിൽ അവിടെ ഉണ്ടാവും അച്ഛന്റെ അമ്മ, അച്ഛന്റെ അച്ഛൻ, അല്ലെങ്കിൽ അപ്പുറത്താണെങ്കിൽ അമ്മയുടെ അമ്മ, അല്ലെങ്കിൽ അമ്മ മുത്തപ്പൻ, മുത്തമ്മ, അമ്മായി, മാമ, വല്യമ്മ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നിന്റെ എല്ലാം കാലത്ത് നിന്നെ കൊണ്ട് ഞാൻ ഈ പണിയെല്ലാം എടുപ്പിച്ചിട്ടുണ്ടോ? നീ എന്തിനാണ് ഇപ്പൊ ഈ കുട്ടികളെ കൊണ്ടല്ലേ ഈ പണി എടുപ്പിക്കുന്നത്? പിന്നൊരു വർത്താനം വേറെയും പറയാറുണ്ട്, പെൺകുട്ടികളെ കൊണ്ട് ചില പണിയെടുപ്പിക്കുമ്പോ എന്തായാലും ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാല് കിടന്ന് പണിയെടുത്ത് മരിക്കാനുള്ളതല്ലേ, ഈടുന്നെങ്കിലും കുട്ടികൾ സമാധാനമായിട്ട് നിൽക്കട്ടെ എന്ന്. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇതെല്ലാം നടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞാൻ പിന്നെ വർക്കിംഗ് ഔട്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ ആയിപ്പോ. നമ്മള് ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കഴിയുമ്പോ അനങ്ങാനും കഴിയുന്നില്ല, ഡാൻസ് പ്രാക്ടീസിന് പോയ പോലെയാണ്, ഇരിക്കാനും കഴിയുന്നില്ല, കക്കൂസ് പോകാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായി. അപ്പൊ അതുപോലെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ചെറുപ്പത്തിലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരും കുട്ടികളെ ഓരോരോ വിഷയത്തിനും. അപ്പൊ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. തീർച്ചയായിട്ടും ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഒരു കാലത്തും കുട്ടികൾ അത് ആദ്യമായിട്ട് നന്നായിട്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ ഏറ്റവും ചുരുക്കിയിട്ട് ഒരു ഇൻസിഡന്റ് ഞാനിപ്പോ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് നമ്മൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഗ്ലാസ് ഇതാ എന്റെ ബാക്കിൽ ഇരിക്കുന്ന പോലെ, ഇതെന്റെ വലിയപ്പാന്റെ കാലത്ത് ഉണ്ടായ പാത്രമാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെക്കറേറ്റീവ് പീസായിട്ട് വെച്ചിരിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ഡെക്കറേറ്റീവ് പീസായിട്ട് വലിയപ്പാന്റെ കാലത്തോ മറ്റുള്ള എന്തെങ്കിലും കപ്പോ അങ്ങനത്തെ എന്തെങ്കിലും അതിലാണ് നമ്മൾ ഈ കുട്ടിക്ക് പാല് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. ഈ കുട്ടി ഈ പാല് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പം അറിയാണ്ട് ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് ഇത് വരച്ചു പോയി, ഗ്ലാസ് താഴെ വീണു, പൊട്ടി, പാല് മുഴുവൻ നിലത്തായി. അപ്പൊ പാല് ഏത് തുണിയോട് തുടച്ചാലും ഭയങ്കര നാറ്റമായിരിക്കും, ആ തുണിയുടെ മണം മാറുകയില്ല. പിന്നെ ഗ്ലാസ് പൊട്ടിയത് വേറെ, പാല് മറിഞ്ഞത് വേറെ. അപ്പൊ പോവാനും വയ്യ വരാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ആകെ 1 ലിറ്റർ പാലൊക്കെ മേടിച്ചിട്ട് 1/2 ലിറ്റർ പാലൊക്കെ മേടിച്ചിട്ട് കുഞ്ഞിക്ക് കൊടുക്കാനും പിന്നെ ചായക്കൊക്കെ ഒപ്പിച്ചിട്ടെല്ലാം ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പാല് മറിഞ്ഞു കഴിയുമ്പോൾ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ഒരു ചാട്ടുമായിരിക്കും, ഒരു ചാട്ടം ചാടും. പിന്നെ ചിലപ്പോ ആ കുട്ടിക്ക് ചിലപ്പം ഉള്ള വഴക്ക് മുഴുവൻ കൊള്ളും, ചിലപ്പോ തല്ലും കൊള്ളും, എല്ലാം കൊള്ളും എന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞ് ഇതെല്ലാം വാരി തുടച്ച് വൃത്തിയാക്കി അടുത്ത പ്രാവശ്യം നമ്മള് പിന്നെ ഉപ്പൂപ്പാന്റെ കാലത്തെ ഗ്ലാസ് പൊളിച്ചതിന്റെ ദേഷ്യം കൂടി മനസ്സിലുണ്ടാവുകയെ. ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഇന്ന് കണ്ടില്ലേ ഇതാ പൊട്ടിച്ചില്ലേ എന്നുള്ള ആ ഒരു ദേഷ്യം കൂടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിച്ചോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം പാല് കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അറിയാതെ ഈ കുട്ടീന്റെ കയ്യിൽ നിന്ന് ഈ ഗ്ലാസ് വീഴാനും പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം കുട്ടിക്ക് പേടിയാണ്, ഇത് പൊട്ടിപ്പോവോ വീണുപോവോ എന്നുള്ള ഒരു പേടിയായിരിക്കും. അപ്പൊ നമുക്കാണെങ്കിലോ നമുക്ക് കുട്ടീനെ തീരെ വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ കുട്ടീന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് എന്നെ ഇവർക്ക് വിശ്വാസമില്ല, നമുക്കോ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതേസമയം ഇതേ സംഭവം നടക്കാന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഈ വീട്ടിൽ തന്നെ ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് വീണ് പൊട്ടി, അത് ഉപ്പപ്പാന്റെ കാലത്തായിക്കോട്ടെ വല്യപ്പാന്റെ കാലത്തായിക്കോട്ടെ ആരെ കാലത്തെ ഗ്ലാസോ ഇനി സ്വർണത്തിന്റെ ഗ്ലാസോ
ആയിപ്പോയാലും അത് വീണ് കഴിയുമ്പോ നമ്മൾ എന്താ പറയാ, പോട്ട് സാരില്ല, പോട്ട് സാരില്ല എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എന്താ ചെയ്യാ, ഓടിപ്പോയിട്ട് ഒരു തുണി എടുത്തോണ്ടിരും തുടക്കാൻ വേണ്ടിട്ട്, ഓടിപ്പോയിട്ട് ഒരു ചൂലെടുത്തോണ്ടിരും ഇത് പിന്നെ വാരി തരാൻ വേണ്ടിട്ട്. ഹൗ ടു ബി കൈൻഡ് അറ്റ് ഹോം ആൻഡ് ഹൗ ടു ഹാൻഡിൽ ദോസ് സിറ്റുവേഷൻസ്, അത് കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോ നമ്മളുടെ അടുത്തു നിന്നാണ് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നത് ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ അത് പഠിപ്പിക്കേണ്ടത് അച്ഛനും അമ്മയും ആയിട്ടുള്ള നമ്മളാണ്. നമ്മൾ ഈ കോവിഡ് കാലത്ത് വീട്ടിൽ കുത്തിയിരുന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു, ഷോപ്പ് അടിച്ചു, ഓഫീസില്ല, സ്കൂളില്ല, കോളേജില്ല, ഒന്നും ഇല്ലാണ്ടായി. വീട്ടിലിരുന്നിട്ട് ഭാര്യ ഭർത്താവിനോട് പിന്നെ എന്തെങ്കിലും പറയും, ഭർത്താവ് 6 നേരത്ത് 100 പ്രാവശ്യം കട്ടൻ ചായക്കും ഇങ്ങനെ TV നോക്കുന്നതിന്റെ അടുക്കുന്ന് പിന്നെ വിളിച്ചു പോവും. TV-യിൽ ഉണ്ടാവും ഇങ്ങനെ തമ്മിൽ തല്ലി, നികേഷ് കുമാർ ഒരു ഭാഗത്തെ, നമ്മളെ മറ്റേ റിപ്പോർട്ടർ ചാനലില് മറ്റോന്, അവരോരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗം ഇല്ലാത്ത വിഷയം പറഞ്ഞിട്ട് തല്ലു കൂടുന്നുണ്ടാവും. അത് കണ്ട് ശീലിച്ച മനുഷ്യന്മാര് അതേ രീതിയിൽ സംസാരിക്കാനും തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പാമ്പിന്റെ കഥയൊക്കെ പറഞ്ഞത് കേട്ടോ. കാരണം ഒരു കാര്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളും കൂടെ അതേപോലെ ആയിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. We tend to believe that this is what is happening with us as well. അപ്പൊ അതേപോലെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ തന്നെ ഓരോരോ മനുഷ്യന്മാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കണക്കിലധികം TV-യിലത്തെ വാർത്തകൾ കാണുന്ന മനുഷ്യന്മാര് 1 പറയും, 2 പറയും, 3-മത്തത് പറച്ചിലല്ല, ചാട്ടമാണ്. പിന്നെ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ അറിയില്ല, ആർഗ്യുമെന്റ് അല്ലാതെ ഹെൽത്തി ഡിസ്കഷൻസ് നടപ്പില്ല അങ്ങനത്തെ മനുഷ്യന്മാർ. ഞാൻ TV കാണുന്ന മതിയാക്കിയിട്ട് ഏകദേശം 10 കൊല്ലമായി. വാർത്ത കാണുന്ന മതിയാക്കിയിട്ടും എനിക്ക് ഏകദേശം 10 കൊല്ലത്തോളം ആയി. സീരിയല് എന്റെ പിന്നാലെ പോവില്ല. ഓ ആഡി, ഹൗ ആർ യു? അപ്പൊ പിന്നെ ഏകദേശം ഒരു 10 കൊല്ലത്തോളമായിട്ട് TV വാർത്തകള്, ഇങ്ങനത്തെ ന്യൂസ് പേപ്പർ ഈലുള്ള ഇങ്ങനെ ഏത് നേരെ തുറന്നാലും കാണുന്നു അവിടെ കുട്ടികളെ പീഡിപ്പിച്ചു, ഇപ്പുറത്ത് സ്ത്രീയെ പീഡിപ്പിച്ചു, അതിന്റെ അപ്പുറത്ത് കുട്ടീനെ കൊണ്ടുപോയിട്ട് കല്ലിലെറിഞ്ഞു കൊന്നു, അതിന്റെ അപ്പുറത്ത് കുഴിച്ച കുഴിയില് എന്താണ് ഒരു കാമുകിയെ കൊലപ്പെടുത്തിയിട്ട് കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ കാമുകീനെ പിടിക്കുന്നില്ല എന്നാകുമ്പോ കാമുകീന്റെ കാല് കഷ്ണം കഴിച്ചിട്ട് ആ കഷ്ണം കാല് വേറെ ഇട്ടു. ഇതൊക്കെ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക? നമുക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ തോന്നുമോ? ലവേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ തോന്നും. ഇതൊക്കെ കാണുമ്പോ അയ്യോ നാളെ ഇയാളെ എന്നെ ഇങ്ങനെ തന്നെ കൊന്നാലോ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്താലോ, ഇയാളെ എങ്ങനെ വിശ്വസിക്കുക, ആ പെണ്ണും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ വിശ്വസിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു തോന്നലൊക്കെ എല്ലാവരുടെയും മനസ്സിൽ വരൂലേ? തീർച്ചയായിട്ടും അത് വരും. അപ്പൊ അതേപോലെ നമ്മള് വീട്ടിൽ എന്താക്കുന്ന വെച്ചാല് എന്തൊക്കെയാണ് രസകരമായ സംഭവമായിരിക്കും. ചായക്ക് വേണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറയും, ഞാനിത് നിങ്ങളെ ജോലിക്കാരിത്തിയാ, നിങ്ങൾ ഏത് നേരം നോക്കിയാലും അടുത്ത് ചായ എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറയാനെന്ന് പറഞ്ഞിട്ട് ഉള്ളിലിരിക്കുന്നു, വേണമെങ്കിൽ വന്നിട്ട് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം തുടങ്ങും. അപ്പൊ അയാള് പറയും, ഞാനല്ലേ നയിച്ച് കൊണ്ടുതരുന്നത്, നിനക്ക് ഉണ്ടാക്കി തന്നാൽ മാത്രം പോരെ, നിനക്കല്ലേ ഇവിടെ എന്താ പണിയുള്ളതെന്ന് വെച്ചിട്ട് അപ്പുറത്ത് തുടങ്ങും. ഇത് കാണുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും സംസാരിക്കാൻ പഠിക്കുക? How will they learn to respect people? Exactly. ഒരു കാലത്തും വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ റെസ്പെക്ട് എന്താന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, പഠിപ്പിച്ചു കൊടുക്കാൻ വെച്ചാൽ ആളെ കണ്ടാൽ റെസ്പെക്ട് ചെയ്യണം, ചേട്ടാന്ന് വിളിക്കണം, അമ്മാവാന്ന് വിളിക്കണം, കാല് തൊട്ട് പിന്നെ തലയിൽ വെക്കണം. ദാറ്റ് ഈസ് നോട്ട് ഹൗ വി ടീച്ച്. ദാറ്റ് ഈസ് നോട്ട് ഹൗ ദേ ഗോയിങ് ടു ലേൺ. അങ്ങനെയാണോ നമ്മളൊക്കെ സിനിമ പാട്ട് പഠിച്ചത്? എഴുതി വായിച്ചിട്ടാണോ സിനിമ പാട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്? അല്ല, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ മറക്കാതെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ടും കണ്ടിട്ടും പഠിച്ച സാധനങ്ങൾ മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തതൊന്നും തന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇത് കണ്ട് പഠിക്കേണ്ട കുറെ സംഗതികളാണ്, വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് കണ്ടു പഠിക്കേണ്ട കുറെ സംഗതികളാണ്. പിന്നെ നമ്മള് സ്ത്രീകളുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞാല്, പുരുഷന്മാര് സാധനം വാങ്ങിക്കൊണ്ടിരാന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര തല്ലും പിടിയും പോലീസിന്റെ ചൂരൽ കഷായം ഒക്കെ ആയിരുന്നല്ലോ. പിന്നീടാണല്ലോ മാറി വന്നതൊക്കെ.
അപ്പം പുരുഷന്മാർക്ക് ആദ്യം വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി, ഇല്ലാതെ പോയി. അത് കഴിഞ്ഞു കഴിയുമ്പം പിന്നെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ആകെ കൂടി ചില മനുഷ്യന്മാർക്ക് ഒരു രക്ഷ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നാലാൾക്കാരെ കാണുക, അവരോട് സംസാരിക്കുക. ടീച്ചേഴ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് തന്നെ കുട്ടികളെ കാണുക, അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുക, അവരോട് സംസാരിക്കുക, അതൊക്കെയായിരുന്നു. ആ യാത്രകൾ എൻജോയ് ചെയ്യുക, ബസ്സിൽ പോവുക. ഞാനൊക്കെ ബസ്സിൽ പോകുന്ന സമയത്ത് മനുഷ്യന്മാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, പിന്നെ സ്ഥലങ്ങളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ചില മനുഷ്യന്മാർക്ക് ചില പ്രത്യേകതകൾ കാണുമ്പോൾ ഏകദേശം അവരെ കുറിച്ചിട്ട് ഒരു കഥയൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും. എനിക്ക് തോന്നുന്നു നീയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മളൊക്കെ ഏകദേശം ഒരേ തരത്തിൽപ്പെട്ട മനുഷ്യന്മാരായതുകൊണ്ട് ചെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു. ചെയ്യാറില്ലേ? പിന്നെ അപ്പൊ ഒരു കഥയുടെ ത്രെഡിൽ എന്തായാലും ചില മനുഷ്യന്മാര് ബസ്സിൽ കയറുമ്പോഴൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരെ ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ടൊക്കെ എത്ര ഇങ്ങനെ വായിക്കാനാണ് എനിക്ക് ട്രെയിനിൽ കയറിയാൽ ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ ഞാൻ മനുഷ്യന്മാരെ നല്ലോണം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. ഫോണിൽ ഇങ്ങനെ കുത്തിരിക്കുന്നതിനേക്കാളേറെ ഫോണിൽ കുത്തിരുന്ന് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കാണില്ലല്ലോ. അപ്പോ ആൾക്കാരെ ഇങ്ങനെ നോക്കും, അവരുടെ രീതികളൊക്കെ ഇങ്ങനെ നോക്കും, എന്നിട്ടിങ്ങനെ ഒരു ഏകദേശം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും. നല്ല രസമാണ് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനും വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള എന്താണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലോണം. അങ്ങനെ ആയിക്കൊണ്ടുണ്ടായിരുന്ന മനുഷ്യന്മാരൊക്കെ വീട്ടിന്റെ ഉള്ളില് അടച്ചിടപ്പെട്ട പോലെ ആയിപ്പോയിട്ടുണ്ടാവും. അതിന് ഭയങ്കര ബുദ്ധിമുട്ടി പോയിട്ടുണ്ടാവണം ഒരുപാട് ആൾക്കാർ. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഭയങ്കരമായിട്ട് കൂടിക്കഴിയുമ്പം ഇത് അതുമായി, പിന്നെ വീട്ടിന്റെ ഉള്ളിലുള്ള ഇങ്ങനെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളായി. പിന്നെ വേറെ എന്താ വെച്ചാല് പല കുട്ടികളുടെയും ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കേട്ടോ. പല കുട്ടികളും അമ്മമാരോട് മാത്രമാണ് കമ്പനി ആയിട്ടുണ്ടാവുക. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അമ്മ 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 അമ്മ. അമ്മയോട് മാത്രം പറയും അമ്മ ചായ, അമ്മ ചോറ്, അമ്മ അങ്ങനെ, അമ്മ ഞാൻ ഇവിടെ പോയിട്ട് വരാം, അമ്മ ഞാൻ ഇവിടെ പോയിട്ട് വരാം. അത് നമ്മളെ കുട്ടികളാണെങ്കിലും അതേപോലെ ഉമ്മ ഉമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് നടക്കും. ഈ ഉപ്പ എന്ന് പറയുന്ന ഒരാള് ശരിക്കും പറഞ്ഞാൽ പല വീട്ടിലത്തെയും രാക്ഷസനാണ്. അതായത് രാവിലെ എണീറ്റിട്ട് പോകും, വൈകുന്നേരം ആകുമ്പോ വരും. അതിന്റെ ഇടയിൽ എന്തെങ്കിലും കുരുത്തക്കെട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഉപ്പ വരട്ടെ നിനക്ക് കാണിച്ചു തരാം, അച്ഛൻ വരട്ടെ മോനെ നിനക്കുണ്ട് വെച്ചിട്ട്. അപ്പൊ ഈ കുട്ടികളുടെ ഒക്കെ മനസ്സിൽ ഈ അച്ഛൻ എന്തോ ഒരു ഭയങ്കര സാധനമായി. അങ്ങനെ അച്ഛൻ ഭയങ്കര സാധനമായതുകൊണ്ട് അച്ഛൻ വരുന്നതിന് മുമ്പേ കിടന്നുറങ്ങാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് കൂടിയിട്ടുണ്ടാവും. പിന്നെ അച്ഛനോട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോ നമുക്ക് തല്ല് കൊള്ളും, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ വരുന്നത് കൊണ്ട് അച്ഛൻ തീർച്ചയായിട്ടും കുടുംബത്തിലെ ഒരു രാക്ഷസനായിട്ട് മാറിയ ഒരവസ്ഥയില് കുട്ടി അതേപോലെ തന്നെ വളരുകയാണ്. പിന്നെ കുറച്ച് പ്രായം വരുന്ന കഴിയുമ്പം ഈ കുട്ടി അച്ഛനോട് പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യില്ല. പിന്നെ അവരുടെ അകൽച്ച ഇങ്ങനെ കൂടി പോവുകയുള്ളൂ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ ഉള്ള ഒരു താല്പര്യം പോലും ഇല്ലാതെയായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയി മാറിയ കുറെ മനുഷ്യന്മാരാണ് ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒന്നിച്ചിട്ട് തളച്ചിടപ്പെട്ടത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അവശ്യ വസ്തുവും അത്യാവശ്യ വസ്തുവും അനാവശ്യ വസ്തുവായിട്ടുള്ള സാധനമാണ്. അതായത് ഒരാൾക്ക് അത് അവശ്യ വസ്തുവായിരിക്കും, ഒരാൾക്ക് അത് അത്യാവശ്യ വസ്തുവായിരിക്കും, ഒരാൾക്ക് അത് അനാവശ്യ വസ്തുവായിരിക്കും. പ്രായത്തിനും അവരുടെ ജോലിക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പം ഇത് അവശ്യ വസ്തു ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ഈ അനാവശ്യം എന്ന് തോന്നുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത് അധികം ഉപയോഗിക്കാത്ത ആൾക്കാർക്കോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഏത് നേരം നോക്കിയാലും ഫോണിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങും. ഇത് അത്യാവശ്യ വസ്തുവായിട്ടുള്ള കുറെ മനുഷ്യന്മാരുണ്ട്, വർക്കിംഗ് ഫ്രം ഹോം ആയിട്ടുള്ള മനുഷ്യന്മാര്.
എത്ര ഫോൺ കോൾസ് ആണ് അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തുമാത്രം മെയിലും കാര്യങ്ങളും ആയിരിക്കും. ലാപ്ടോപ്പ് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വർക്കിംഗ് ഫ്രം ഹോം ആയി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരും എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയും ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തിനൊക്കെയോ മൊബൈൽ യൂസ് ചെയ്യുമ്പം അതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും. ഏത് നേരം നോക്കിയാലും മൊബൈലിൽ കുത്തുകയാണ്, ഏത് നേരം നോക്കിയാലും. പിന്നെ മൊബൈൽ ചെക്ക് ചെയ്യലും അതിനെ കുറിച്ചിട്ട് പിന്നെ സംസാരിക്കലും അതിനെക്കുറിച്ച് ബഹളം വെക്കലും മൊബൈൽ പിടിച്ചു വയ്ക്കലും. പിന്നെ ഈ സമയം ഇതുവരെ നമ്മൾ മൊബൈൽ കയ്യിൽ കൊടുക്കാത്ത കുട്ടികളുടെ കയ്യിൽ അത്യാവശ്യ സാധനമായിട്ട് മൊബൈൽ എത്തേണ്ട ഒരവസ്ഥയും ഇപ്രാവശ്യം വരികയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവര് ഗെയിംസിന് അഡിക്റ്റഡ് ആയിപ്പോയി. ശരിക്കും അഡിക്റ്റഡ് എന്ന് വെച്ചാല് അങ്ങേയറ്റത്തെ അഡിക്ഷൻ പല കുട്ടികൾക്കും ആയി കഴിഞ്ഞിരിക്കുന്നു. അഡിക്ഷൻ ആയി കഴിഞ്ഞപ്പോ പിന്നെ ഫോണിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോ റിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഭയങ്കര ഇടക്കിടക്ക് ഫോണിന്റെ റിങ് ഇങ്ങനെ കേൾക്കുന്ന പോലെ തോന്നും. മെസ്സേജസിന് അഡിക്റ്റഡ് മെസ്സേജസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ മെസ്സേജിന്റെ റിംഗ് ടോണ് ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കുന്നുണ്ടോ, അപ്പൊ ഇടക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ത്വരം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഗെയിംസിന് അഡിക്റ്റഡ് ആയിപ്പോയ കുട്ടികൾക്ക് ഫിഡ്ജറ്റിങ് ഒരു സ്വഭാവമാണ്. കയ്യൊക്കെ ഏത് നേരം നോക്കിയാൽ ഇത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയാണ്. കളിച്ചിട്ട് ഈ വിരല് തന്നെയാണ്. പിന്നെ ചിന്ത എന്ന് പറയുന്ന ഒരു സാധനം തീരെ എവിടെയും ഇല്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രം കഴിക്കുക, ഉറങ്ങുമ്പം ഉറങ്ങുക മാത്രം ചെയ്യുക, കക്കൂസി പോകുമ്പം കക്കൂസി പോകുന്ന കാര്യം മാത്രം ചെയ്യുക. നമ്മൾ എന്താ ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോഴും ഉണ്ടാവും ഫോണ് കയ്യിൽ, ചെവിയിൽ ഇയർഫോണ് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ വെറുതെ വാരത്തുന്നു. ഈ മസാലയെല്ലാം ഇടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നാ പിന്നെ ചോറും മീനും പച്ചക്കറിയും എല്ലാം കൂടി ഒരു കാലത്തിലിട്ടിട്ട് വേവിച്ചിട്ട് വാർത്തെടുത്താൽ മതിയായിരുന്നില്ലേ? ഒരു സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. തീരെ മനുഷ്യന്മാര് മൈൻഡ്ഫുൾ അല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ റിംഗ് ടോൺ ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഫോണിന്റെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കാരണം നമ്മള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ തന്നെ അതിൽ നിന്ന് റീഫ്രെയിൻ ചെയ്തിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളുടെ കുട്ടികളെ അതേപോലെ നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നാളത്തെ മനുഷ്യന്മാരോട് എങ്ങനെ അവര് നാളത്തെ എന്നല്ല, ഇനി അവർ കാണാൻ പോകുന്ന മനുഷ്യന്മാരോട് അവരെങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ ഹസ്ബൻഡും വൈഫും ഈ ഒരു കൊല്ലം മുഴുവൻ വീട്ടിന്റെ അകത്തിരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് അത് കണ്ടും കേട്ടും പഠിക്കുന്ന കുട്ടികളാണ് മിക്കവാറും പുറത്തേക്ക് ഇനി പോവേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഭാര്യ ഭർത്താവിനെ എന്ത് വിളിക്കുന്നു, ഭർത്താവ് ഭാര്യനെ എന്ത് വിളിക്കുന്നു, അതായിരിക്കും കുട്ടികൾ നാളെ പുറത്തു പോയിട്ട് മറ്റുള്ളവരെ വിളിക്കുക. അത്ര ബോധം ഉണ്ടായാൽ മതി. ആ ബോധം ഉണ്ടായാൽ മതി വീട്ടിന്റെ അകത്തിരിക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, പ്രായമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പം പാൻഡമിക് ആണ്, കോവിഡ് ആണ്, അതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് പുറത്തു പോകാൻ വേറെ കുറെ റെസ്ട്രിക്ഷൻസ് എന്തായാലും ഉണ്ട് താനും. പിന്നെ മാസ്ക് ഇട്ടാൽ ഭയങ്കര ശ്വാസം മുട്ടലാണ് എന്നുള്ളത് കൊണ്ട് അവരൊന്നും അത് ഇടാൻ തയ്യാറാവുകയില്ല. അപ്പൊ അവരെ മാറ്റാൻ തയ്യാറാവുന്നതിനേക്കാളേറെ നമ്മൾ നമ്മളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ മാറൂലെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ മാറ്റാൻ ശ്രമിച്ചിട്ട് നമ്മളുടെ ആ എനർജി കളയുന്നതിനേക്കാളും എത്രയോ നല്ലത് അതാണ്. നമ്മളിപ്പോ അധികം ആൾക്കാർ ഇപ്പോ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണല്ലോ ഈ മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോ അത്യാവശ്യം ഈ പുറത്തൊക്കെ പോയിട്ടുള്ള ഇപ്പൊ പിള്ളേർക്കൊക്കെ എല്ലാ യൂത്തന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ലൈക്ക് ഉള്ളിലിരുന്നിട്ടൊരു
ഒരു ഗിൽട്ട് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിയർ ഒക്കെയാണ് ആൾക്കാർക്ക്. ഇനി എന്താവും ഫ്യൂച്ചർ, എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അത് ഒരുപാട് പേര് അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ വോളണ്ടിയറിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ലൈക്ക് അവരുടെ പാഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. സോ ഇതൊക്കെ എങ്ങനെയാ ഓവർകം ചെയ്യാൻ പറ്റുക, ഈ ഒരു ഗിൽട്ട് ഫീലിംഗും ഈ ഒരു ഫിയർ ഒക്കെ? പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അതായത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഇപ്പം 10 വയസ്സായ കുട്ടിയാണെങ്കിലും 18 വയസ്സായ കുട്ടിയാണെങ്കിലും 25 വയസ്സായ ആൾക്കാരാണെങ്കിലും അവരവരുടെ പിന്നിലോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പം 8ാം ക്ലാസ് പഠിക്കുമ്പം പ്രേമിച്ച പെണ്ണ് തേച്ചിട്ട് പോയി എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ആൾക്കാർ പറയുന്നത് കൊണ്ട് ഞാൻ അതിനോടൊപ്പം അത് കൂട്ടി പറഞ്ഞേ ഉള്ളൂ. ആ സമയത്ത് അവള് ഇട്ടേച്ചു പോയി എന്നുള്ള കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ കൊള്ളാന്നൊക്കെ വിചാരിച്ച മനുഷ്യന്മാര് ഇപ്പം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ട് എങ്കിൽ അന്ന് ആത്മഹത്യ ചെയ്യാത്തത് എത്ര നന്നായി എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. റൈറ്റ്? തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഓരോരോ സന്ദർഭങ്ങള്, ഓരോന്നല്ല 1000 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനി എന്തെന്ന് അറിയാത്ത, നാളെ എന്തെന്ന് അറിയാത്ത, ഇനി എന്ത് ചെയ്യുന്ന അറിയാത്ത ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾക്ക് വന്നു പോയിട്ടുണ്ടാവാം. ആ വന്നു പോയിട്ടുള്ള സന്ദർഭങ്ങളെ പോലെ തന്നെയാണ് ഇതും. ദിസ് ടു ഷാൾ പാസ്. അത്രേ ഉള്ളൂ. ഞാനിപ്പോ വിചാരിക്കുന്നു, ജീവിതത്തില് പല മനുഷ്യന്മാരും വിചാരിച്ചിട്ടുണ്ടാവോ 1 കൊല്ലമൊക്കെ ഇങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മാസമായി ഒന്ന് മര്യാദക്ക് പിന്നെ പണിയെടുക്കാനെന്ന് പറഞ്ഞിട്ട് പണിക്ക് പുറത്ത് പോയിട്ടൊന്ന് പണിയെടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചട്ടിയും പനിയനും ഇട്ടിട്ട് പണിയെടുക്കുന്നതല്ലാണ്ട്, അതല്ലാതെ ഇതുവരെ നമ്മള് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ 2 വരകൾക്കിടയിലൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ മാറ്റിയിട്ടല്ലേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ലേ? അതേപോലെ നമുക്ക് ഇനിയൊരു പ്രാവശ്യം പണിയെടുക്കണമെങ്കിൽ 1 കൊല്ലത്തെ സമയം വേണ്ടി വരും എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ? അല്ലെങ്കിലും എഴുതി വെച്ച പോലെ ജീവിതം ജീവിക്കുമ്പോ ഒരു സുഖമില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു അഡ്വഞ്ചർ ഉള്ളൂ. ഇനി എന്ത് എന്നുള്ളത് നമുക്ക് പിന്നെ വരുമ്പോ ആ വരുന്നിടത്ത് വെച്ചിട്ട് കാണാം. അത്രേ ഉള്ളൂ. ഗിൽട്ടൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ടു ഷാൾ പാസ്. അതുമല്ല, ഈ സമയത്ത് ചെയ്യേണ്ട സംഗതി എന്താ വെച്ചാല് വെറുതെ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ട്, ഡൂം സ്ക്രോളിങ് ചെയ്തിട്ട് സമയം കളയുന്നതിനേക്കാളേറെ സ്ക്രോൾ ചെയ്യുമ്പോ തന്നെ ആ കാര്യം എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമോ എനിക്ക്, ഞാൻ ഈ ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം എനിക്കോ എനിക്ക് ചുറ്റുമുള്ളവർക്കോ ഉണ്ടാവോ എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുന്നത് അത് ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. ലൈക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ടൂ മച്ച് ആണ്. സോ പക്ഷെ നമുക്കൊരു വെറി ഉണ്ട്, കാരണം നമ്മൾ അപ് ടു ഡേറ്റ് അല്ലാണ്ടായി പോവോ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം മാറ്റി വെച്ചാൽ അപ് ടു ഡേറ്റ് അല്ലാണ്ടായി പോവോ എന്നുള്ളത്. അപ്പൊ അത് രണ്ടും എങ്ങനെയാ നമ്മൾ ബാലൻസ് ചെയ്യുക? ലൈക്ക് ആ ഒരു ഫിയറും ഈ ഒരു ഫിയറും കൂടിയിട്ട്. ഇടക്കിടക്കുണ്ടല്ലോ ഉള്ളിലൊക്കെ ഒന്ന് നോക്കണം. ഇടക്കിടക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമുക്കിഷ്ടം. ഓനെന്തിന് ചോന്ന കുപ്പായിട്ടിന്, ഓളെന്തിന് പിന്നെ അങ്ങനത്തെ കണ്ണാടി വെച്ചിന്, ഓളെന്തൊരു തടിയാ ഇപ്പൊ വെച്ചിട്ടുള്ള, ഓളെല്ലാം ഏടുന്നായിരിക്കും ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്. ഏത് നേരം നോക്കിയാലും ഓരോരോ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു. ഏടുന്നായിരിക്കും ഇവർക്കല്ലോ പൈസ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളേറെ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. എന്നിട്ട് ഒന്ന് ലിസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കണം. വാട്ട് ആം ഐ ഡൂയിങ്? ഈസ് ദിസ് ഗോയിങ് ടു ഹെൽപ്പ് മീ ഓർ ഹേർട്ട് മീ ഇൻ ദ ലോങ് റൺ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പോവുക. കാരണം 10 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ടി വരുന്നു. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ശീലങ്ങള് എല്ലാ കാര്യത്തിലും നമ്മൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് കുറേയേറെ ലൈഫ് ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആവും. ആ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫിന് ഒരു ഭയങ്കര ബ്യൂട്ടിയാ. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ വരണം. കാരണം ഈ ECG ഇങ്ങനെ കാണുമ്പോഴാണ് യു ആർ ലൈവ് എന്നുള്ള ഒരു ഇത് വരുന്നത്. അതല്ലാതെ ഒരൊറ്റ ലൈനായി കഴിയുമ്പോൾ ഡോക്ടർ പറയും ഐ എം സോറി, നിങ്ങൾ കൊണ്ടുപോയിക്കോ,
എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരേപോലെ ആവണം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളോ അതും ഇതൊക്കെ വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ ലൈഫിന് ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്നിരുന്നാലും അങ്ങനത്തെ ഗിൽട്ട് വരുന്ന സമയത്ത് അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കണം. വൈ ആം ഐ ഫീലിംഗ് ദിസ്? യു ഹാവ് ടു ടോക്ക് ടു യുവർ സെൽഫ്. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ എന്നെ പൊട്ടെന്ന് വിചാരിക്കോ, പ്രാന്തെന്ന് വിചാരിക്കോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദറ്റ് ഡൗൺ ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദറ്റ് ഔട്ട്. വാട്ട് ആം ഐ ഡൂയിങ്? വൈ ആം ഐ ഡൂയിങ് ദിസ്? ഓൾവേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഒരു കാര്യം ചെയ്യുമ്പം ആ കാര്യം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യവും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം നന്നായിട്ടൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് കുറച്ചും കൂടി സിൻസിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ കാര്യം നമുക്ക് പേഴ്സണലിയോ പ്രൊഫഷണലിയോ ബെനഫിഷ്യൽ ആവുള്ളൂ. അതല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ലാത്ത പോലെ ആയിപ്പോവും. വെറുതെ എന്നോട് ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി വർത്താനം പറഞ്ഞു, അങ്ങനെ ആയിപ്പോവും. പക്ഷെ ഇതൊരു പ്രൊഡക്ടിവിറ്റി കോntest ഒന്നും അല്ല ഈ സമയം. അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയത്ത് വെറുതെ ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടോ, വെറുതെ ഇരുന്നോളൂ. അല്ല എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ, ചെയ്തോളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യം എന്താവും നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും തോന്നൽ വരുന്നുണ്ട് എങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സോൺ ആൻഡ് യു ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ്. അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരെ കൊണ്ട് പണിയെടുക്കാൻ പറ്റൂല. അങ്ങനത്തെ മനുഷ്യന്മാരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. സാധാരണ നേരെ തന്നെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എന്നെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും, നമ്മളുടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസ് ചെയ്യുന്നതും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുതിയിട്ട് ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഒരു 100 കാര്യങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ്, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ട് 100 കാര്യങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ്, ചെറിയ ഗോൾസ്. ഞാൻ മുമ്പേ എപ്പോഴും ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ദിവസവും 3 വലിയ ഗോൾസും 5 ചെറിയ ഗോൾസും 10 അതിലും ചെറിയ ഗോൾസും ഒക്കെ എഴുതുമായിരുന്നു. ഈ അതിലും ചെറിയ ഗോൾസിലൊക്കെ പെടുന്നതാണ് നേരത്തിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക, പിന്നെ ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇത്ര സമയത്ത് ഇങ്ങനെ ചെയ്യുക, ഇന്നയാളോട് ഇങ്ങനെയൊക്കെ പറയുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോരോ ഗോൾസും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ കോൺഫിഡൻസുകളൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടാണ് ഇന്ന് കാണുന്ന കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും ജനിക്കുമ്പോ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുട്ടിയാണ് കേട്ടോ നിങ്ങളിതെന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ പ്രസവിച്ചിട്ടാകുമ്പോ എന്റെ ഉപ്പാന്റെ കയ്യില് പിന്നെ സിസ്റ്റർ എടുത്ത് കൊടുത്തതൊന്നും അല്ല. നമ്മളിങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളോടൊപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം, എന്തെങ്കിലുമൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പഠിക്കണം, നേടണം, എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് ഒന്ന് പ്രീ പ്ലാൻ ചെയ്യുന്നതും അതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ ഓൾറെഡി നമ്മൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഒരാള് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഇല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിഗ്മ നമുക്കറിയാം നിലനിൽക്കുന്നുള്ളത്. അത് ശരിയാവോ, ഇല്ലെങ്കിൽ ഭ്രാന്താണ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് ഇല്ലെങ്കിൽ ഈ ഒരു ഐസൊലേഷൻ പീരീഡ് വന്നതിന് ശേഷം ഓൺലൈൻ കൗൺസിലിങ്ങും ഒക്കെ ടെലി കൗൺസിലിംഗ് അതുപോലൊക്കെ ആയിട്ട് മാറി. സോ ആൾക്കാർ അതിന്റെ എഫക്റ്റീവ്നെസിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി. മുമ്പ് പോകുന്നത്രയും കുറഞ്ഞോ എന്നുള്ളൊരു സംശയം ആൾക്കാർ എനിക്കൊക്കെ ഉണ്ട്. ലൈക്ക് ഇപ്പൊ ടെലി കൗൺസിലിംഗ് ഒക്കെ ആൾക്കാർ ചെയ്യും, അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കും? സോ അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയുക? ലൈക്ക് നിങ്ങളിപ്പോ ഷുഗർ ക്യൂബ് തെറാപ്പി സംഭവം അതിന്റെയൊക്കെ ചെയ്യുന്ന ഉണ്ടല്ലോ, അപ്പോ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഡു യു തിങ്ക്? പ്രത്യേകിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. കൗൺസിലിംഗ് എല്ലാത്തിനും പരിഹാരമല്ല, എല്ലാത്തിനും കൗൺസിലിംഗ് പരിഹാരമില്ല. തെറപ്പി ആയിട്ട് ചെയ്യേണ്ട സംഗതികൾ തെറപ്പി തന്നെയാണ്. അത് കണ്ണോട് കണ്ണ് നോക്കിയിട്ട് ആൾക്കാർ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യേണ്ട കുറെ സംഗതികൾ. ഇപ്പൊ സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ നമുക്കിപ്പോ ഓൺലൈനിൽ അങ്ങനെ ചെയ്താൽ അതിന്റെ എഫക്റ്റീവ്നെസ് ഉണ്ടാവുമോ? നമ്മളത് ചെയ്യുന്ന സമയത്ത് മറ്റേയാളെ നമ്മൾ ശ്രദ്ധിക്കൂലേ?
അയാളുടെ കൈ വിറക്കുന്നുണ്ടോ, കാല് വിറക്കുന്നുണ്ടോ, മൂക്ക് എങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, ചുണ്ടെങ്ങനെയാണ്, അയാളുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഒരു മനുഷ്യനെ കാണുമ്പം അയാളുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് നമ്മൾ അളന്നിട്ടാണല്ലോ ഓരോരോ സംഗതിയും പ്ലാൻ ചെയ്യാറ്. ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. അപ്പം കൗൺസിലിംഗ് എല്ലാത്തിനും പരിഹാരമല്ല. കൗൺസിലിംഗ് മാത്രമേ നമുക്കിങ്ങനെ കൗൺസിലിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. തെറപ്പി ആവശ്യമുള്ള സംഗതികളൊക്കെ തെറപ്പി ആയിട്ട് തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലൊരു ചെറിയ സ്റ്റിഗ്മ നീ പറഞ്ഞ പോലെ ഉണ്ട്. കാരണം നമുക്ക് തന്നെ മെയില് വരിക എങ്ങനെയാണെന്നറിയോ മുബഷിറ? വലിയ പ്രശ്നമൊന്നുമില്ല, ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്കൊരു സംശയമാണ്, എനിക്കിങ്ങനെ ഒരാളെ കാണണോ വേണ്ടിയോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് ചില അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മളിപ്പോ ഈ അഡ്വൈസ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. വി ഡോണ്ട് ഗിവ് അഡ്വൈസസ്, വി ഡോണ്ട് ഗിവ് എനിത്തിങ്, വി ജസ്റ്റ് മേക്ക് ദം ഫിറ്റ് ഫോർ ബീയിങ് ദെയർ ഓൺ ഡെസിഷൻ മേക്കേഴ്സ്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓൺലൈനിൽ തന്നെ ആയി കഴിയുമ്പം. ഓൺലൈനിൽ തന്നെ എല്ലാം ശരിയാവണമെന്നില്ല. അപ്പോൾ അതിനോട് ശരിയാവുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ കൗൺസിലിംഗ് ആയിട്ട് ചെയ്യാറുള്ളൂ. അല്ലാത്തവരോട് പറയും നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരെ ഒന്നും നമുക്ക് കൗൺസിലിങ്ങിലൂടെ ശരിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ. അവർക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെ ആണെങ്കിൽ ഒരു മനുഷ്യനും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകില്ല. കാരണം പാല് കുടിക്കുന്ന കുട്ടിയുള്ള സമയത്ത് സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കുട്ടീനെ ബാധിക്കും, അതൊന്നും ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ സാധാരണയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പലപ്പോഴും എല്ലാവരും പറയുക. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞിട്ട് ഒക്കെയാണ് പലപ്പോഴും പല ആൾക്കാരെയും സൈക്യാട്രിസ്റ്റിന്റെ ഒക്കെ അടുത്ത് പറഞ്ഞേക്കാം. അപ്പൊ അവർക്ക് തോന്നുന്നു എനിക്കെന്താ തലക്ക് സുഖമില്ലാതായിട്ടുണ്ട്, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ അവർ വിചാരിക്കുന്നു. ഈ തലക്ക് സുഖമില്ലാതാവുക എന്നുള്ളത് തടിക്ക് സുഖമില്ലാതാവുന്നത് പോലെ തന്നെ ഒരു ചെറിയ സംഗതിയാന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാരും ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പം പിന്നെ ഞാനിപ്പോ പറഞ്ഞത്, ഇപ്പൊ നമുക്ക് ഒരാളോട് ഐ ലവ് യു എന്ന് പറയുമ്പം അയാളുടെ മുഖം നോക്കിയിട്ട് അയാളുടെ കണ്ണ് നോക്കിയിട്ട് അടുത്തിരുന്നിട്ട് പറയുമ്പം കിട്ടുന്ന ഒരു സന്തോഷം ഫോണ് വിളിച്ചിട്ട് പറയുമ്പോ കിട്ടുമോ? ഗുഡ് എക്സാമ്പിൾ. ഒരു കാലത്തും അത് കിട്ടില്ല. അപ്പൊ ചില സംഗതികളൊക്കെ, അതായത് സങ്കടം പറയുമ്പം, സന്തോഷം പറയുമ്പം, പിന്നെ വിഷമങ്ങൾ പറയുമ്പം, അങ്ങനെയൊക്കെയുള്ള സംഗതികളിൽ നമുക്ക് ആൾക്കാരെ തീർച്ചയായിട്ടും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ സൈക്കോളജി ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള ഫീൽഡിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാനുള്ള ചാൻസസ് ഇല്ല. ഇപ്പോഴത്തെ ഒരു പേടി കൊണ്ട് മാത്രം കുറച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി വരാൻ പോകുന്ന കാലത്ത് മെന്റൽ ഹെൽത്തിനാണ് ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ പണിയുണ്ടാവുക. മെന്റൽ ഹെൽത്ത് വർക്കേഴ്സിന് തന്നെ ആയിരിക്കും. കാരണം ഞാനിപ്പോ പറഞ്ഞ പോലെ മക്കളെ പോറ്റാൻ അറിയാത്ത പാരന്റ്സ് ആണ് മക്കളെ പോറ്റുന്നുള്ളത്. മക്കളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരാണ്. പിന്നെ അങ്ങനെയായിട്ടുള്ള ആൾക്കാരാണ് കല്യാണം കഴിച്ചിട്ട് പാർട്ട്നേഴ്സിനോടൊപ്പം ജീവിക്കുന്നുള്ളത്. അപ്പൊ ചെറിയ വിഷയം മതി, ബാത്റൂമില് ഇവളുടെ ഒരു മുടി വീണിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവള് ചടി തൂക്കിയിട്ടെന്നോ ഒക്കെ ആയിരിക്കും വിഷയം. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഗ്ലാസ്, പിന്നെ കാപ്പിന്റെ കപ്പ് ഓൻ കുടിച്ചത് എന്നോട് കഴുകാൻ പറഞ്ഞ്, ഞാൻ തിന്നത് ഓളോട് കഴുകാൻ പറഞ്ഞ്, അങ്ങനത്തെയൊക്കെ ആയിരിക്കും മിക്കവാറും വിഷയം ഉണ്ടാവുക. എന്നാലും തമ്മിൽ സംസാരിക്കാൻ നമ്മളെ ഈഗോ സമ്മതിക്കാത്ത ഒരവസ്ഥ വരും. കാരണം എല്ലാരും എന്റെ മോൻ തന്നെ ഏറ്റവും വലുത്. ഒരു പാരന്റ് മറ്റൊരു പാരന്റിനെ കാണുമ്പം സ്വന്തം കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈന്റെ അത്ര നല്ലത് വേറെ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം സ്കൂളിൽ പോയിട്ടാകുമ്പോ ഓന് എല്ലാത്തിനും ഫസ്റ്റ് തന്നെ, അത് പിന്നെ ഒന്നിന് മാത്രം എ ആയിപ്പോയി, ബാക്കി എല്ലാത്തിനും A+. പിന്നെ ഭയങ്കര ഉഷാർ, പാട്ട് പാടാൻ ഭയങ്കര ഉഷാർ, ഗിറ്റാർ വായിക്കാൻ ഭയങ്കര ഉഷാർ, എല്ലാത്തിനും ഭയങ്കര നല്ല. അപ്പൊ മറ്റാൾ അടുത്ത ആള് ഭയങ്കര അതിന്റെ അപ്പുറത്തത് ഇങ്ങനെ കുറെ കൊണ്ടുവന്നിട്ട് ചോരി.
അങ്ങനെയാണ് നീ തന്നെയാണ് ലോകത്തിന്റെ അച്ചുതണ്ട്, ഭൂമിയുടെ അച്ചുതണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരോ മക്കളെയും പോറ്റി വളർത്തി അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവര് അവസാനം കല്യാണം കഴിക്കുന്ന ഒരു കാലമൊക്കെ ആയിട്ട് വരുമ്പം ഞാൻ ലോകത്തിന്റെ അച്ചുതണ്ടാണ് എന്നുള്ള രീതിയിൽ രണ്ടാൾ ഇരുന്ന് കഴിഞ്ഞാല് ലോകം ഉണ്ടാവില്ല, അച്ചുതണ്ടും ഉണ്ടാവില്ല, എല്ലാം കൂടി പൊളിഞ്ഞിട്ട് വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എക്സാക്ട്ലി. ശരിക്കും പറഞ്ഞാല് എങ്ങനെയാണ് ലൈക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു സാധാരണക്കാരോട് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ മെന്റൽ ഹെൽത്ത് ഞാൻ മോണിറ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്, എന്തൊക്കെയാണ് എന്നെ കൺസേൺ ചെയ്യുന്നതെന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഓക്കെ, അതിന് ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാല് ലിവ് ഇൻ ദ പ്രസന്റ് ആണ്. അതായത് ഇപ്പം നടക്കുന്നുള്ള കാര്യത്തിനോടൊപ്പം, നേരത്തെ ഞാനൊരു മൈൻഡ്ഫുൾനെസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതാണ് ഏറ്റവും നല്ല കാര്യം. കക്കൂസിൽ പോകുമ്പം മൊബൈൽ ഫോണ് കൊണ്ടുപോകുന്നത് നിർത്തുക. മൈൻഡ്ഫുൾ ആവാനുള്ള ഒന്നാമത്തെ മാർഗമാണ്. എല്ലാ മനുഷ്യന്മാരും ബാത്റൂമിൽ പോകുമ്പം ഇതും കൊണ്ടാ പോവുക. പിന്നൊന്ന് എന്താ വെച്ചാല് നമ്മളുടെ ഈ യൂറോപ്യൻ ക്ലോസറ്റില് ഒരു കാലത്തും നമ്മളുടെ ബോഡിന്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ട്, നമ്മളുടെ സ്പൈനിനനുസരിച്ചിട്ടുള്ള കണക്കല്ല അതിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പരിധിക്കപ്പുറം നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മളുടെ ബോഡിക്ക് പ്രശ്നം വരുന്നതിന് ഒരു സംശയം വേണ്ട, ബോഡിക്ക് പ്രശ്നം വരും. അത് എവിടെയൊക്കെയോ പ്രശ്നം വരും. ഇൻഫെക്ഷൻ മുതൽ നടുവേദന മുതൽ എല്ലാ അസുഖങ്ങളും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം ഒഴിവാക്കേണ്ട സാധനം ആ മൊബൈൽ ഫോണ് ബാത്റൂമിൽ പോകുമ്പോൾ കൊണ്ടുപോകാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ വെക്കാതിരിക്കുക, ഉറങ്ങുന്ന സമയത്ത് ഈ ബ്ലൂ ലൈറ്റ് കണ്ടിട്ട് ഉറങ്ങാതിരിക്കുക, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് മാറ്റി വെക്കുക, അങ്ങനെ ജീവിക്കുക. പിന്നെ ഒരു സങ്കടം വരുന്ന സമയത്ത്, ഒരു ഇമോഷൻസ് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ തത്രപ്പാട് കാണിക്കുന്നതിനേക്കാളേറെ ആ ഇമോഷനോടൊപ്പം പോവാൻ ശ്രദ്ധിക്കുക. ലൈക്ക് യു ഹാവ് ടു ഫീൽ ദാറ്റ്. ഒരു സങ്കടം വരുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു. ആ സങ്കടത്തിനെ ഒന്ന് അനുഭവിക്കാനും കൂടി എന്തുകൊണ്ട് മനുഷ്യന്മാർ പഠിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. ഒരു സന്തോഷം വന്നു, അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിനേക്കാളേറെ അപ്പൊ പോയിട്ട് എല്ലാവർക്കും ദാറ്റ് ഈസ് നോട്ട് ഹൗ യു ഷുഡ് ബി ഷെയറിങ് യുവർ ഹാപ്പിനെസ്. അതല്ല ശരിക്കും ഹാപ്പിനെസ് ഷെയർ ചെയ്യുക, അങ്ങനെയല്ല. സങ്കടം ഷെയർ ചെയ്യുക, അങ്ങനെയല്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള യു ഹാവ് ടു ലിവ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. യു ഹാവ് ടു ലിവ് ഇൻ ദാറ്റ് പ്രസന്റ്. യു ഷുഡ് ലേൺ വാട്ട് ഈസ് ഹാപ്പനിങ്. യു ഷുഡ് ലുക്ക് ഇൻ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം എന്റെ മനസ്സിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നുള്ളത്, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആവുന്നുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവണം. അപ്പൊ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയതും കുറച്ചും കൂടി ഒന്ന് നന്നായതും ഒക്കെ. അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ. ആ രീതിയിലേക്ക് നമ്മൾ തന്നെ വളർന്നു വരും. എല്ലാ സമയത്തും നമുക്ക് ഓരോരോ ആൾക്കാരെ തോളിൽ ചാഞ്ഞ് പോവാൻ വേണ്ടി പറ്റൂല. എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതും ഭയങ്കരമായിട്ട് ഞാൻ ബഹുമാനിക്കുന്നതുമായിട്ടുള്ള കുറെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, എടാ അവൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനൊരു കോളിലായിരുന്നു. അപ്പൊ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞ്, കുറേ സമയമായിട്ട് ഞാനൊരു കോളിലായിരുന്നു, ഭയങ്കര സങ്കടം പറച്ചിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ആരെ വിളിച്ചേ? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇടക്കിടക്ക് വിളിക്കുന്ന ഫ്രണ്ടാണോ? ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനെ ഇടക്കിടക്ക് വിളിക്കുന്ന ഫ്രണ്ട് ഒന്നുമല്ല. അപ്പൊ ഇപ്പൊ എന്താ വിളിച്ചത്, സങ്കടം പറയാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സന്തോഷം വരുന്ന സമയത്ത് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ വിളിക്കാറുണ്ടോ? ഇത് ഒരു 10 കൊല്ലം മുമ്പത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ സന്തോഷം വരുന്ന സമയത്തൊന്നും എന്നെ വിളിക്കാറില്ല. അപ്പൊ ഈ സങ്കടം പറയാൻ വേണ്ടിട്ട് വിളിക്കുന്ന സമയത്ത് നിനക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? അവര് നിന്നോടെല്ലാം തുറന്നു പറയുന്നു എന്നുള്ളതിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അവർക്ക് സങ്കടം വരുന്ന സമയത്ത് ഞാനാണ് അവരുടെ മനസ്സിലേക്ക് പോകുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ള ഒരു സമാധാനം എനിക്ക് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ എന്നോട് പറഞ്ഞു,
ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പൊ പറഞ്ഞ് കച്ചറ ഉണ്ടാകുമ്പോ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ടിടല് കച്ചറ ബക്കറ്റിലാണ്, വേസ്റ്റ് ബാസ്ക്കറ്റില്. ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. നീയും വേസ്റ്റ് ബാസ്ക്കറ്റും തമ്മിൽ ഇപ്പൊ എന്താ വലിയ വ്യത്യാസമുള്ള എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ചില മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഷുഡ് പ്രയോറിറ്റൈസ്. നമ്മളുടെ ജീവിതത്തില് നമ്മളോടൊപ്പം നിൽക്കുന്ന, നല്ലതിനും ചീത്തയ്ക്കും നമ്മളുടെ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ സമയം കണ്ടെത്താതെ കൂട്ടുകാര് എന്നുള്ള പേരില് വരുന്ന ആൾക്കാര് നമ്മളുടെ സമയവും നമ്മളുടെ എനർജിയും നമ്മളുടെ ഏർണിങ്സ് അടക്കം എല്ലാം അപഹരിക്കുന്ന സംഗതി നമ്മള് വെച്ചു കൊടുക്കുന്നതാണ്. അത് നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ ഈ ചെയ്യുന്ന കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കുക. ആ സ്പെസിഫിക് എന്നുള്ള ഒരു വാക്കില് എപ്പോഴും പിടിച്ചിട്ട് തൂങ്ങണം. വെറുതെ ഇങ്ങനെ വെയ്ഗായിട്ട് അഭിപ്രായം പറയാതിരിക്കുക, വെറുതെ വെയ്ഗായിട്ട് എന്തെങ്കിലും ചെയ്യാതിരിക്കുക, വെറുതെ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവുക. എന്തിനാ പോയെച്ചാ അറിയില്ല. കിച്ചണിലേക്ക് എന്തിനാ ഇപ്പൊ കിച്ചണിലേക്ക് പോയ അതൊന്നും അറിയില്ല, വെറുതെ അടുത്തേക്ക് വന്നതാ. ഒരു വല്ലാത്തൊരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവില്ലേ, അത് പാടില്ല. വെൻ യു ആർ ഡൂയിങ് സംതിങ്, ഡു ഇറ്റ് ഫോർ സം കൈൻഡ് ഓഫ് happiness or whatever it is, and find time for your own happiness. എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് നടക്കേണ്ട ഒരു കാര്യമൊന്നും നമുക്കില്ലെന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ വല്ല ചെണ്ടയായിട്ടോ പൂമ്പാറ്റയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ജനിക്കുമായിരുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ജനിച്ചത്, മനുഷ്യന്മാരായിട്ടല്ലേ. നമുക്ക് നമ്മളുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതിന്റെ ഇടയിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ബാക്കിയുള്ളവർ എങ്ങനെ ഓർക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബോധം ഉണ്ടായിരിക്കണം. പോയത് നന്നായി, അല്ലെങ്കിലും ഭൂമിക്കൊരു ഭാരമായിരുന്നു എന്ന് പറയണോ, അയ്യോ കഷ്ടം എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയണോന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. എക്സാക്ട്ലി. സോ നമുക്ക് ടൈം തീരാനായി. അതിനു മുമ്പ് വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ, ലൈക്ക് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് സുമിയാണ്ടി പഠിച്ച ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ പഠിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേണിംഗ് എന്തായിരുന്നു? ലോക്ക്ഡൌൺ പീരീഡിൽ പഠിച്ചത് ബി കൈൻഡ് വിത്ത് എവ്രി വൺ. എവ്രി സിംഗിൾ വൺ ഇസ് ഫൈറ്റിംഗ് എ ബാറ്റിൽ വിത്തിൻ. നമ്മൾ പുറത്ത് കാണുന്ന മനുഷ്യന്മാരൊന്നും അല്ല അവരും അകത്ത് എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്തൊരു അഹങ്കാരിയാണ്, ആരെയും ജഡ്ജ് ചെയ്യാതെ, എന്തൊരു അഹങ്കാരിയാണ് എന്നൊന്നും വിചാരിക്കാതെ, അവരുടെ പുറത്തുള്ള ആ ഒരു അപ്പിയറൻസ് കണ്ടിട്ട് അവരെ വിലയിരുത്താതെ, ഓരോരോ മനുഷ്യനും അവനവന്റെ ഉള്ളിൽ ഓരോരോ യുദ്ധം നടത്തുന്നുണ്ടാവും, എന്തിനോടെങ്കിലും ഒക്കെ അവര് മല്ലിടുന്നുണ്ടാവും എന്നുള്ള ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു തോന്നലോട് കൂടി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്മാരെ കണ്ടാല് മാസ്കിന്റെ ഉള്ളിലാണെങ്കിലും ചിരിച്ചാല കണ്ണ് ചിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരും. അപ്പൊ കണ്ണുകൊണ്ട് ചിരിക്കാൻ പഠിക്കുക. സംസാരിക്കുമ്പം അനുകമ്പയോടുകൂടി കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുക. സ്നേഹിക്കുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, കേട്ടിട്ട് മാത്രം ഉത്തരം പറയുക. ഉത്തരം പറയാൻ വേണ്ടി കേൾക്കരുത്, കേൾക്കാൻ വേണ്ടി കേൾക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സംഗതി അതാണ്. വി ജസ്റ്റ് ലിസൺ ടു റിപ്ലൈ, വി ഡോണ്ട് ലിസൺ ടു ഹിയർ. അവരെന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കുമ്പോണ്ടല്ലോ, ആ സമയത്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പോവുക, ഇയാൾ ഈ പറയുന്ന കാര്യം കഴിഞ്ഞിട്ട് നിർത്തുമ്പോ ഞാൻ എന്താണ് അടുത്തത് പറയേണ്ടതെന്നാണ്.
അതിന് പകരം നമ്മൾ മറ്റേയാളെ കേൾക്കാൻ ശ്രമിക്കുക, കുറച്ച് സ്ലോ ഡൗൺ ആവുക, അങ്ങനെയൊക്കെയുള്ള കുറേ ലെസൺസ് ആണ് ശരിക്കും ഞാൻ ഇപ്രാവശ്യം പഠിച്ചത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി കൈൻഡ് ടു എവ്രി വൺ. ഓക്കെ, അപ്പൊ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ എന്താണോ ഞാൻ പ്ലാൻ ചെയ്തത്, എന്താണോ ഒരു ഔട്ട്ലൈൻ ഫ്രെയിം ചെയ്തത്, ആ സെയിം സംഭവത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് സുമേന്റെ തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയും ചെറിയൊരു സമയത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. പറഞ്ഞു തന്നതല്ലേടാ, ഷെയർ ചെയ്തു എന്ന് മാത്രം പറയും. ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ആൻഡ് റീലേണിംഗ്. അതായിരുന്നു ശരിക്കും. എന്റെ ശരികളായിരിക്കണം എന്നില്ല ചിലപ്പോ നിങ്ങളുടെ ശരി. എന്റെ ശരികൾ മാത്രമായിരിക്കും. ഒരാള് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാളുടെ ശരികളിൽ കൂടിയിട്ട് പോവരുത് ആരും. നിങ്ങളുടെ ശരി എന്താന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതാണ്. ഓരോരുത്തരും പറയുന്നത് അവരവരുടെ ശരികളാണ്. ഞാൻ എന്റെ തല കൊണ്ട് ആലോചിച്ചിട്ട് എന്റെ ജീവിതം ജീവിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസിന്റെ ബേസിസിലായിരിക്കും ഞാൻ സംസാരിക്കുന്നുള്ളത്. ആ എക്സ്പീരിയൻസസ് ആയിരിക്കില്ല ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ശരിയായിരിക്കും ആ രീതിയിൽ ചിന്തിക്കണം എന്നില്ല. നിങ്ങളുടെ ശരികൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഭയങ്കര കുരുത്തക്കടൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ വിചാരിക്കും ഇപ്പൊ ഇതന്നെ എന്റെ ശരി, ഞാനപ്പൊ ഇങ്ങനെ തന്നെ പോയേക്ക. അങ്ങനെയല്ല ഞാൻ പറയുന്നുള്ളത്. കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാല് നമുക്ക് തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് എത്തി നോക്കുക. ഇടയ്ക്കിടക്കില്ലേ പറ്റുമെങ്കിൽ അവനവനോടൊപ്പം കുറച്ച് സമയം ചെയ്യുക. ലൈക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ, പ്രത്യേകിച്ചിട്ട് വേറെന്തെങ്കിലും ചെയ്യാതെ മെഡിറ്റേഷൻ എന്നാണ് അതിനെ പറയുക. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും ഈ കാലൊക്കെ എങ്ങനെ വെച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ മുദ്രയും വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണോ മെഡിറ്റേഷൻ. നോ, യു ക്യാൻ വാക്ക് ആൻഡ് മെഡിറ്റേറ്റ്. യു ജസ്റ്റ് ഹാവ് ടു ബി. അത്രേ ഉള്ളൂ. മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ പറ്റുമോ? ചിന്തകൾക്ക് കടിഞ്ഞാണിടേണ്ട ആവശ്യമൊന്നുമില്ല. യു ജസ്റ്റ് മേലോട്ടേക്ക് വലിക്കുക, താഴോട്ടേക്ക് ശ്വാസം വിടുക. അത്ര മാത്രമേ നമ്മളിങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ പിന്നാലെ വന്നോളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അവയർനെസ് പറയുന്ന ഒരു സംഗതി ജീവിതത്തിലേക്ക് വരിക. അങ്ങനെ അവയർനെസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്കെങ്കിലും അവനവനോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. എല്ലാ മനുഷ്യന്മാരും ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു 10 minutes എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാക്കുക. അതിനിങ്ങനെ കുത്തിരിക്കണമെന്നൊന്നുമില്ല. യു ജസ്റ്റ് ഹാവ് ടു സിംപ്ലി ബി. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഞാന് 31-ാം തീയതി മെഡിറ്റേഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു വിഷയത്തില് സൈക്സ്പയർ എന്ന് പറഞ്ഞിട്ടൊരു ഇതേപോലത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് ഗൂഗിൾ മീറ്റിൽ. മിക്കവാറും ഞാനത് അപ്ഡേറ്റ് ചെയ്യും. താല്പര്യം ഉള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ പിന്നെ രജിസ്റ്റർ ചെയ്തോളൂ. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് മെന്റൽ ഹെൽത്തിന്റെ ഫീൽഡിൽ സംശയമില്ലാത്ത റിസർച്ച് ചെയ്തിട്ട് പ്രൂവൺ ആയിട്ടുള്ള വിഷയമാണ്. അപ്പം അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറേയേറെ ആൻസൈറ്റി, സ്ട്രെസ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സമാധാനം തീർച്ചയായിട്ടും. Thank you. Thank you so much for sharing. Thank you so much for being with me. ഭയങ്കര ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു നല്ല ലിസണർ ആയിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ പറപറാതെ പറഞ്ഞോണ്ടിരുന്നു. ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാണ്ട് തന്നെ അറിയാണ്ട് ഇങ്ങനെ പോയല്ലേ നമ്മള്. അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തോ? ആ ഒരു ഔട്ട്ലൈനിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ വന്നു.
അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ലൈവിന്റെ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്. താങ്ക് യു. അപ്പോ ഫയർഫ്ലൈസ് ഫോർ ഹോപ്പിന് ലവ് യു സോ മച്ച്. ഫയർഫ്ലൈസ് ഫോർ ഹോപ്പ്. നാക്ക് പഠിച്ചില്ലെങ്കിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നല്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാൻ പറ്റട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ. അതിനോടൊപ്പം പ്രോഗ്രഷൻ ഉണ്ടാവട്ടെ. നിങ്ങളുടെ സ്വന്തം ലൈഫിൽ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ. Whoever is there in Firefly. Thank you. You're welcome. Bye bye and good night everyone. Bye. Good night.